എന്താണ് ഫയർവാൾ? ഇപ്പോൾ നമ്മളിവിടെ നിന്ന് നോക്കാൻ പോകുന്നത് ഹാർഡ്വെയർ ഫയർവാളെ കുറിച്ചാണ്. ഫയർവാൾ രണ്ട് വിധമുണ്ട്, ഹാർഡ്വെയർ ഫയർവാളുണ്ട്, സോഫ്റ്റ്വെയർ ഫയർവാളുണ്ട്. ഹാർഡ്വെയർ ഫയർവാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഡിവൈസ് നമ്മളുടെ സിസ്റ്റത്തെ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലെ നമ്മുടെ ഓഫീസിലെ എല്ലാ കമ്പ്യൂട്ടറുകളെയും ആ ഒരു ഇൻ്റർനെറ്റുമായിട്ട് നമ്മൾ ബന്ധിക്കുമ്പോൾ ആ ഒരു ത്രെട്ട് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്ന ഒരു ഹാർഡ്വെയർ ആയിട്ടുള്ള ഒരു ഫയർവാളിനെ കുറിച്ചാണ് ഹാർഡ്വെയർ ഫയർവാളിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫയർവാൾ രണ്ട് വിധമുണ്ട്, അതായത് ഹാർഡ്വെയർ ഫയർവാളും സോഫ്റ്റ്വെയർ ഫയർവാളും. ഇത് ഹാർഡ്വെയർ ഫയർവാളിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഒരു ഡിവൈസാണ്, ഇതൊരു നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റുന്ന തൊടാൻ പറ്റുന്ന ഒരു ഹാർഡ്വെയർ ഡിവൈസാണ് ഈ ഒരു ഫയർവാളായിട്ട് വരുന്നത്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള അല്ല, ഒരു ഓഫീസിലുള്ള ആയാലും എവിടെയായാലും നമ്മുടെ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ പെടുന്ന കമ്പ്യൂട്ടറുകളാണെന്ന് വിചാരിക്കുക. ഈ കാണുന്നതെല്ലാം നമ്മുടെ ഒരു കമ്പ്യൂട്ടറുകളാണ്. അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടറുകളെ നമ്മൾ ഇൻ്റർനെറ്റായിട്ട്, അതായത് നമ്മൾ മോഡം വഴി ഇൻ്റർനെറ്റായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ അതായത് ട്രാഫിക് വളരെ ഓപ്പൺ ആയിരിക്കും. ഈ ഹാർഡ്വെയർ ഫയർവാൾ ഞാനിപ്പോൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ഫയർവാൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ നിന്ന് വരുന്ന കമ്പ്യൂട്ടറുകളുടെ എല്ലാം ആ ഒരു ആ ഒരു എന്താണ് സിഗ്നൽസ് പോകുന്നത്, അതായത് ആ ഒരു പാക്കറ്റ്സ് പോകുന്നത് ഫ്രീ ആയിട്ടായിരിക്കും. അതായത് ഇവിടുന്ന് നേരെ ആ ഒരു മോഡം വഴി ഇൻ്റർനെറ്റ് വഴി, അതായത് വാൻ നെറ്റ്വർക്ക് വഴി അത് റിപ്ലൈ തിരിച്ചു വരുന്നു. അപ്പോൾ ആ ഒരു ട്രാഫിക് വളരെ ഫ്രീ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ത്രെഡ്സ് ഉണ്ടെങ്കിൽ, അതായത് ഒരു ഓപ്പൺ വേ ആകുമ്പോൾ, അതായത് പൊതുവഴിയാകുമ്പോൾ നമുക്ക് അതിൽ കൂടി പല ത്രെഡ്സും വരാം. അപ്പോൾ നമ്മൾ അതിന് സെറ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ഫയർവാൾ എന്ന് പറയുന്നത്. ഈ ഫയർവാൾ ഡിവൈസ് നമ്മൾ അതിൻ്റെ സെൻട്രലായിട്ട് വയ്ക്കും, അതിൻ്റെ നടുക്കായിട്ട് വയ്ക്കും. അതായത് ഈ ഒരു മോഡലിൽ നിന്ന് നമ്മുടെ ഈ ഒരു നെറ്റ്വർക്കിലേക്ക്, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് വരുന്നതിന് മുമ്പായിട്ട് ഈ ഫയർവാൾ നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ അലോട്ട് ചെയ്യുന്ന പോർട്ടിൽ നിന്നുള്ള ട്രാഫിക്ക് മാത്രം, അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമുക്ക് ഇവിടെ വേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ട്രാഫിക്ക് ഏതൊക്കെ പോർട്ട്സാണ് അല്ലെങ്കിൽ ട്രാഫിക്കാണ് നമ്മൾ അലോ ചെയ്യുന്നത് വെച്ചാൽ ആ ട്രാഫിക്ക് മാത്രമാണ് ഫയർവാൾ അകത്തോട്ട് നമ്മുടെ നെറ്റ്വർക്കിലോട്ട് കടത്തിവിടുകയുള്ളൂ. ഓക്കെ, അതായത് ഇൻ്റർനെറ്റിൽ നിന്ന് ഇപ്പോൾ ഒരാൾ ഇവിടെ നമ്മുടെ ഒരു നെറ്റ്വർക്കിലോട്ട് കയറാൻ, അതായത് ഈ ഒരു നമ്മുടെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, നമ്മുടെ ഉള്ള ഡിവൈസുകളിലോട്ട്, ഒരു കമ്പനിയാണെങ്കിൽ അതിൻ്റെ ഡിവൈസുകളിലെ നെറ്റ്വർക്കിലോട്ട് കയറാൻ, ഈവൻ ദോ നമ്മളുടെ മോഡത്തിൻ്റെ പാസ്വേഡ് കിട്ടിയാൽ മറ്റോ ചെയ്ത് കയറാൻ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഫയർവാൾ ഇല്ലെങ്കിൽ ഡയറക്റ്റ്ലി അവർക്ക് ഈ സിസ്റ്റത്തിലേക്കുന്ന ഡേറ്റാസൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ നെറ്റ്വർക്കിലെ സിസ്റ്റത്തിൻ്റെ ഡേറ്റാസ് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്ക് തടയാനായിട്ട് ഈ മോസ്റ്റ്ലി കമ്പനീസാണ് പ്രിഫർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഫയർവാളുകൾ നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് ഇവിടുന്ന് ആ ഒരു ഹാക്കറാണ് ഇവിടുന്ന് നമ്മുടെ ഇതിൻ്റെ പാസ്വേഡ് കിട്ടി, അതായത് മോഡത്തിൻ്റെ പാസ്വേഡ് കിട്ടി, അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിൽ കയറാനായിട്ട്, സെർവറിൽ കയറാനായിട്ട് എന്തെങ്കിലും ഒരു പോംവഴി കണ്ടുപിടിച്ച് ഈ ഒരു നമ്മുടെ ഇവിടെയുള്ള സെർവർ കമ്പ്യൂട്ടറിലോട്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോട്ടോ കയറാൻ നോക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ ഇവിടെ ഫയർവാൾ ബ്ലോക്ക് ചെയ്യും. ഫയർവാളിനെയും ബ്രേക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്രീച്ച് ചെയ്തിട്ടാണ് ഈ ഒരു നമ്മുടെ ഒരു സെർവറിനെയോ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറുകളെയോ അവിടെ ആ ഒരു ഹാക്കറിന് തൊടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന ഒന്നാണ് ഈ ഒരു ഫയർവാൾ എന്ന് പറയുന്നത്. ഇത് ഫിസിക്കൽ ഫയർവാളാണ്, അതായത് നമ്മുടെ ഡേറ്റാസിനെയൊക്കെ തടയാൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഫയർവാളിൽ നമുക്ക് ഓരോ പ്രോട്ടോക്കോൾ കൊടുക്കാൻ പറ്റും, ഏതൊക്കെ വരണം, ഏതൊക്കെ പോകണം, ഏതൊക്കെ ട്രാഫിക് സസ്പീഷ്യസ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്യണം. അപ്പോൾ അതെല്ലാം ഈ ഒരു ഫയർവാൾ ചെയ്തോളും. അപ്പോൾ വലിയൊരു കമ്പനിയാണ് നിങ്ങൾ റൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഡിവൈസ്, ഇപ്പോൾ ഒരു ടെക്നീഷ്യൻ ആണെങ്കിൽ നമ്മളൊരു റാക്ക് വെക്കുന്ന ഒരു സെർവർ റൂമിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ റാക്കിലൊക്കെ നോക്കുമ്പോൾ ഒരു ഫയർവാളിൻ്റെ ഫോർട്ടിനെറ്റ് സപ്പോസിൻ്റെയൊക്കെ ഒരു ഫയർവാൾ ഡിവൈസ് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഫയർവാളിൻ്റെ ഉദ്ദേശം അതാണ്, ആ ഒരു നെറ്റ്വർക്കിനെ, ആ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ സേവ് ചെയ്യുക. അതായത് പുറത്തു നിന്നുള്ള ആ വാൻ നെറ്റ്വർക്കുകളിൽ നിന്നുള്ള ആ ഒരു ത്രെഡ്സിനെ നമ്മുടെ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലേക്ക് കടക്കുന്നതിനെ സേവ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഫയർവാൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫയർവാൾ ഇതാണൊരു ഹാർഡ്വെയർ ഫയർവാൾ വരുന്നത്. സോഫ്റ്റ്വെയർ ഫയർവാൾ എന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഈ ഒരു ഫയർവാൾ ഓർത്തിരിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതായത് നമ്മുടെ ഈ ഒരു നെറ്റ്വർക്കിംഗ് പഠിക്കുമ്പോൾ ഈ ഒരു ഫയർവാളിന് വളരെ പ്രത്യേകമായിട്ടൊരു സ്ഥാനമുണ്ട്. കാരണം ഒട്ടുമിക്ക എല്ലാ മെയിൻ ഫേമുകളിലും ഈ ഒരു ഫയർവാൾ ഉണ്ടാവും. ഫയർവാളിൻ്റെ കോൺഫിഗറേഷനും മറ്റുമുണ്ട്, അതൊക്കെ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ഫയർവാൾ അറിഞ്ഞിരിക്കുക, അതൊരു ഹാർഡ്വെയർ ഡിവൈസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇതിൻ്റെ ഹാർഡ്വെയർ ഡിവൈസിനെ കുറിച്ചും അതിൻ്റെ കോൺഫിഗറേഷനൊക്കെ നമ്മൾ പിന്നീടുള്ള വീഡിയോസുകളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബേസായിട്ട് എന്താണെന്നുള്ളതാണ്, അത് IP സ്ട്രക്ചർ അതിൻ്റെ ക്ലാസ്സുകളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഫയർവാളിനെ കുറിച്ച് ഇപ്പോൾ ഒന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഫയർവാൾ എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മുടെ ആ ഒരു നെറ്റ്വർക്കിനെ, ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ ആ ഇൻ്റർനെറ്റുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ കണക്ഷൻ സ്ഥാപിക്കുമ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സ്ഥാപിക്കുന്ന ഒരു ഡിവൈസാണ് ഹാർഡ്വെയർ ഫയർവാൾ. ഹാർഡ്വെയർ ഫയർവാൾ ഒരു ഫിസിക്കൽ എക്യുപ്മെൻ്റാണ്, അതൊരു ഡിവൈസാണ്, നമുക്ക് കാണാൻ കഴിയും, തൊടാൻ കഴിയും. അത് നമ്മുടെ റാക്കിലൊക്കെ നമുക്ക് നോക്കിയാൽ അത് ഉണ്ടാവും. അത് ഈ ഒരു ഇൻ ബിറ്റ്വീനായിട്ട് പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ ത്രെഡ്സ് എല്ലാം നമ്മുടെ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലേക്ക് കയറുന്നത് തടയുന്നു.